അതേസമയം കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇന്നും പാർക്കിംഗ് തർക്കമുണ്ടായി. ഉംറ തീർത്ഥാടകനായ വള്ളുവമ്പ്രം സ്വദേശി റാഫിദിനാണ് മർദ്ദനമേറ്റത്. ടോൾ ജീവനക്കാരൻ മർദ്ദിച്ചുവെന്നാണ് പരാതി. പാർക്കിങ്ങിന് കൂടുതൽ ചാർജ് ഈടാക്കുന്നത് ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിന് കാരണം. ഇന്ത്യക്കാര് പെരുമാറിയതാണ് പോയി കാണുന്നത്. ഇവിടുത്തെ അവസ്ഥയാണ്. ഇവന്റെ കൈ പുറത്തുള്ള വണ്ടി ഇവര് അടിച്ചിട്ട് വണ്ടി നോക്കിയിട്ടുണ്ട്. ഇന്നത്തെ ഡേറ്റ് 1/1/2025. പിറ്റേ ദിവസമാണ് ഇവരുടെ വാക്കിന് ഒരു വിലയും കൊടുക്കാണ്ട് ഇത്രയും കാലം നമ്മളെ പൈസ കൊണ്ട് കൊല്ലാക്കല ചെയ്തിരുന്ന ആൾക്കാർ ഇപ്പം നമ്മൾ ആക്രമിച്ച് കൊല്ലുന്ന രീതിക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും പ്രതികരിക്കണം, ഷെയർ ചെയ്യണം ഈ വീഡിയോ മാക്സിമം. കാരണം നാളെ നിങ്ങളുടെ കുടുംബത്തിനായിരിക്കും ഈ അവസ്ഥ വരിക. CV അനുമോദ് വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, ഈ ഓവർ ടൈമിനൊക്കെ വലിയ തരത്തിൽ പിഴയൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് ഇത് സമൂഹ മാധ്യമങ്ങളൊക്കെ ദിവസങ്ങളായി ആൾക്കാരുടെ പ്രതികരണം വരിക. MLA തന്നെ ഇടപെട്ടിട്ടും ഇത് വീണ്ടും ആവർത്തിക്കുന്നു. അതാണോ വ്യക്തമാകുന്നത്? ഇന്നുണ്ടായത് സംഭവം എങ്ങനെയാണ്? ഇതാ മർദ്ദിച്ച സംഭവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാതിയോ കേസോ ഉണ്ടായിട്ടുണ്ടോ? അപർണ, ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ ഇയാളുടെ മൊഴി രേഖപ്പെടുത്തി അതിനനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതായത് ഈ പരാതി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇയാളുടെ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. അപ്പോൾ ആശുപത്രിയിൽ നിന്നുള്ള വിശദാംശങ്ങളും ഇയാളുടെ മൊഴിയും അനുസരിച്ച് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾക്കായിട്ട് കരിപ്പൂർ പോലീസ് എയർപോർട്ടിലേക്ക് ചെന്നിട്ടുണ്ട്. വീണ്ടും കരിപ്പൂരിലേക്ക് തന്നെ. അനുമോദ്, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇത് ഈ കഴിഞ്ഞ വർഷം തന്നെ ഈ തരത്തിലുള്ള പരാതികൾ വരുന്നു. അന്ന് എയർപോർട്ടിന്റെ ഡയറക്ടർ അടക്കം മുസ്ലിം ലീഗ് നേതാക്കൾക്ക് അടക്കം ഉറപ്പ് കൊടുക്കുന്നു, ഇതിൽ നടപടി ഉണ്ടാകും. ഈ പാർക്കിംഗ് കൊള്ള എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ ഉയർന്നു വരുന്ന വിഷയമല്ല. അതെല്ലാം ഉണ്ടായിട്ടും ഇത് ഇത്രയും മാസം നിർബാധം തുടരുകയാണ്. ഉറപ്പുകൾ പോലും, രാഷ്ട്രീയ നേതൃത്വത്തിന് നൽകിയ ഉറപ്പുകൾ പോലും പാഴാകുന്ന രീതിയിൽ ഇത് ഏത് തരത്തിൽ പരിഹരിക്കപ്പെടും എന്നാണ് ഇനി യാത്രക്കാരുടെ പ്രതീക്ഷ? അങ്ങനെ ഒരു പ്രതീക്ഷ ബാക്കിയുണ്ടോ? തീർച്ചയായും അപർണ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എയർപോർട്ട് അതോറിറ്റി സ്വീകരിക്കുന്ന നിലപാടാണ്. ഈ പാർക്കിംഗ് ഫീസ് പിരിക്കുന്നത്, പാർക്കിങ്ങിന്റെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നത് ഒരു ഔട്ട്സോഴ്സിംഗ് ഏജൻസിയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം MLA TV ഇബ്രാഹിം അവിടെ നേരിട്ട് പോയി ഈ വിഷയങ്ങൾ മനസ്സിലാക്കി ഇത് സാമൂഹ്യ മാധ്യമങ്ങളുടെ പുറത്തെത്തിച്ചിട്ടും എയർപോർട്ട് അതോറിറ്റി ഇത് സംബന്ധിച്ച് അവർ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആണ് ഇത് ചെയ്യുന്നത് എന്ന തരത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ഇവരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു ഇത്തരത്തിൽ ആളുകളെ ദ്രോഹിക്കുന്ന തരത്തിലൊരു സമീപനം ഉണ്ടാകുന്നു എന്ന ചോദ്യത്തിന് എയർപോർട്ട് അതോറിറ്റി പോലും ഈ പാർക്കിംഗ് നടത്തുന്നവരെ, കോൺട്രാക്ട് എടുത്തവരെ പിന്തുണയ്ക്കുന്ന തരത്തിലൊരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. ഇവിടെയാണ് ഒരു മാറ്റം വരുത്തേണ്ടത്. തീർച്ചയായിട്ടും ഒരു ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് പണം കൂടുതൽ ഈടാക്കുന്ന തരത്തിലുള്ള ഒരു നടപടി തന്നെയാണ് അവിടെ നടക്കുന്നത്. MLA TV ഇബ്രാഹിം അത് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട്. 3 മിനിറ്റിലധികം സമയം അവിടെ അവർ രേഖപ്പെടുത്തുകയാണ്. അതായത് ഒരാൾ 10 മിനിറ്റ് കൊണ്ട് എയർപോർട്ടിനുള്ളിൽ പോയി എന്ന് പുറത്തിറങ്ങുമ്പോൾ അത് കാണിക്കുന്നത് 13 മിനിറ്റ് ആയിരിക്കും. 15 മിനിറ്റ് ആണെങ്കിൽ അത് 18 മിനിറ്റ് ആയിരിക്കും. അങ്ങനെ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ അവർ ഈ തരത്തിൽ ആളുകളിൽ നിന്നും പണം കൂടുതൽ ഈടാക്കുന്ന ഒരു നടപടി തന്നെയാണ് അവരുടെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയത്. ഈ സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഉംറ തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ യുവാവിന് നേരിട്ടത്. അരമണിക്കൂർ അദ്ദേഹം മാത്രമാണ് അവിടെ ചെലവഴിച്ചത്. പക്ഷേ 1 മണിക്കൂറിൻ്റെ ചാർജ് ഈടാക്കി എന്നാണ് പറയുന്നത്. അത് MLA TV ഇബ്രാഹിം അദ്ദേഹത്തിൻ്റെ അനുഭവം കൂടി തെളിവ് സഹിതം പങ്കുവച്ച സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഇത് സാധാരണക്കാർ അനുഭവിക്കുന്ന, കരിപ്പൂരിലെത്തുന്ന നിരവധി യാത്രക്കാർ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അവിടെ വേണ്ടത് എയർപോർട്ട് അതോറിറ്റി ഈ വിഷയത്തിൽ ഇടപെട്ട് ഒന്നുകിൽ ഈ കോൺട്രാക്ടർമാർ ചെയ്യുന്ന കള്ളക്കളി അത് മാറ്റുക, അല്ലെങ്കിൽ അവരെ തന്നെ നീക്കാനുള്ള നടപടി സ്വീകരിക്കുക. ഇത് ഒരു ജനപ്രതിനിധി ഇടപെട്ടിട്ട് പോലും, മേഖലയിലെ ജനപ്രതിനിധി ഇടപെട്ടിട്ട് പോലും ഈ വിഷയത്തിൽ എയർപോർട്ട് അതോറിറ്റി ഭാഗത്തു നിന്നും ഉള്ള സമീപനം തികച്ചും നിരാശാജനകമാണ്. സ്വാഭാവികമായിട്ടും വലിയ പ്രതിഷേധങ്ങൾ ഇക്കാര്യത്തിൽ
ഉയർന്നു വരേണ്ടതുണ്ട്. കാരണം ആയിരക്കണക്കിന് യാത്രക്കാരെ ഓരോ ദിവസവും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഇത് എന്നതുകൊണ്ട് തന്നെ കൂടുതൽ ഇടപെടൽ ഈ വിഷയത്തിൽ ആവശ്യമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അപർണ, അനുമോദ, ഈ 3 മിനിറ്റ് ചലഞ്ച് അത് കുറെ വർഷങ്ങളായിട്ട് തന്നെ അവിടെ വലിയ വിഷയമുണ്ടായ ഒരു കാര്യമാണ്. അതടക്കം ഇപ്പോഴും തുടരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അങ്ങനെ തന്നെയാണോ? ഈ 3 മിനിറ്റ് തന്നെയാണോ ഇപ്പോഴും പാർക്കിങ്ങിനുള്ള ആ സമയം കൊടുത്തിരിക്കുന്നത്? 3 മിനിറ്റ് അല്ല, 15 മിനിറ്റാണ് അവിടെ സൗജന്യമായിട്ട് അവിടെ പോയി വരാനുള്ള ഒരു സമയം നിശ്ചയിച്ചിട്ടുള്ളത്. അതിനപ്പുറം പോയി കഴിഞ്ഞാലാണ് പണം ഈടാക്കുന്നത്.